എന്താ പരിപാടി ആൻറ്റി? ഫിഗ് ഏതാ, ഇതാണോ? പഴുത്ത ഉണ്ടോന്ന് നോക്കണം ആൻറ്റി, പഴുത്ത ഉണ്ടോന്ന് നോക്കണം. നല്ല മണമാണ് അല്ലേ ഫിഗിൻ്റെ? ഇതിന് നല്ല മണമാണ്. ഉണ്ട്, പക്ഷേ പഴുത്തത് അറിയത്തില്ല. ഇതാണ് ഫിഗ്. ഞാനിപ്പോൾ വെർജീനിയയിലാണ്, ഇവിടെ ഫിഗ് കാണിക്കാൻ. ഞാൻ കാണിക്കുക ആൻറ്റി, കാണിയില്ല ഫിഗിൻ്റെ. പഴുത്ത ഇല്ലെന്ന് തോന്നുന്നു. സെപ്റ്റംബർ ആവുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പം ഇതാകും, പഴുക്കും അല്ലേ? അത്തി പഴുത്തൊന്നും കാണുന്നില്ല. പക്ഷെ നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമാണ്. ഇത് പഴുത്താണോ ഡൗട്ട്. ഇല്ല, പഴുത്തല്ല, പഴുത്തല്ല. ഇച്ചിരി വിളഞ്ഞൊക്കെ നിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പഴുക്കും. എന്ത് ചെയ്യാ, നീക്കി പറിക്കല്ലേ, ഞാൻ വരാം. ഇത് കണ്ടോ? ഓക്കെ പിടിച്ചാ പഴുത്ത് നിൽക്കുന്നു. നല്ലോണൊക്കെ പഴുത്തു. എല്ലാം പഴുക്കുന്നു. ആണ് ഫിഗ്. ഓക്കെ, വെരി നൈസ്. ഇത് എങ്ങനെ അങ്ങ് തിന്നുവാണോ അതോ പൊളിച്ച് തിന്നണോ? തിന്നാ അല്ലേ? നല്ലതാ. ഒരു കായ ഇത് നല്ല, ഇത് നമ്മുടെ ടൊമാറ്റോ പോലെ റെഡ് ആകുന്നതാണ്. നല്ലൊരു കായ. ഇതിനെന്തോ ഒരു ടേസ്റ്റ് ആൻറ്റി, നല്ല ടേസ്റ്റാ കേട്ടോ. ഫ്രഷ് അല്ലേ? ചെറിയ മധുരവും. ഓക്കെ ആൻറ്റി ഒന്ന് പറിച്ച്. ഗൈസ്, ഇത് കണ്ടോ, അമേസിങ്. ഓ മൈ ഗോഡ്, നല്ലതായിരുന്നു. മതി, ഇത് കഴിച്ചാൽ വയറ് വന്നു പോകും. തോണ്ടി കിടക്കുന്നു. മതി, ഇത് നമുക്ക് കൊണ്ടുപോകാം, പിന്നെ തിന്നാം. ഗൈസ് കണ്ടോ കിടക്കുന്നതാണ്. അമേസിങ്, മൈ ഗോഡ്. ഇഷ്ടമാണ് പറിക്കാൻ ഇരുന്നില്ലല്ലോ. ഓക്കെ, വേണ്ട. എന്തൊരു ഷേപ്പാന്ന് നോക്ക്, ഒരു കളറാണ് നോക്ക്. വാവ്, പറിച്ച് വെച്ചാൽ മതി, നമുക്ക് പിന്നെ കഴിക്കാം. ഇനിയിപ്പോൾ വേണ്ട. കറയുണ്ടല്ലേ? ഭയങ്കരം കളർ, ഭയങ്കരം രുചി. ഗൈസ്, ഇതാണ് ഫിഗ്. ഗൈസ്, നിങ്ങളെ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന റാസ്ബെറി, ലൈവായിട്ട് റാസ്ബെറി കാണിച്ചു. ഇതാണ് റാസ്ബെറി, കണ്ടോ? ഒരെണ്ണം തിന്ന് നോക്കാം. ഈ കറുത്തയാണോ ആൻറ്റി പറിക്കേണ്ടിയേ? കറുത്തയാണോ? നല്ലതാ, ഇച്ചിരി പുളിയുണ്ട്, ശകലം പുളിയുണ്ട്. ഇത് മൊത്തം റാസ്ബെറിയാണ്. പക്ഷേ ഇതെന്താ കാട് പോലെ ഇങ്ങനെ അങ്ങ് കിടക്കുന്നേ? അല്ല, കാട് പോലെ എന്താ കിടക്കുന്നത് ഇങ്ങനെ? വൈൽഡ് റാസ്ബെറി. ഇതാണ് വൈൽഡ് റാസ്ബെറി. നല്ലതായിരിക്കും തിന്നാൻ. ഓക്കെ,
ഗൈസ് നമ്മുടെ മൽബറി പോലെ ഇരിക്കും. ഇത് നല്ല ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് എനിക്ക് യൂറിക് ആസിഡ് ഉള്ളതുകൊണ്ട്. ഗൈസ്, യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഏറ്റവും നല്ല സാധനമാണിത്. അതങ്ങ് നിന്നേച്ചാൽ മതി. പുളിയാ, പക്ഷേ നല്ല സാധനമാണ്. നമ്മുടെ ദുബായിലൊക്കെ വരുന്നത് ഇച്ചിരൂടെ വലുതാണ്, പക്ഷേ ഇത് ഇച്ചിരി ചെറുതാണ്. കാട്ട് ടൈപ്പാണിത്, വൈൽഡാണിത്. ബട്ട് അമേസിങ്, വെരി ഗുഡ്, വെരി നൈസ്. നമ്മുടെ നാട്ടിലൊരു കാട്ടുചെടി കിടക്കുന്ന പോലെ ഈ സാധനം കിടക്കുന്നത്. അമേസിങ് ഗൈസ്, അമേസിങ്. ഓ മൈ ഗോഡ്, കിടക്കുന്നുണ്ടോ? വെർജീനിയയിൽ വന്നിട്ട് ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ, നല്ലതുണ്ട് ഇവിടെ. നിനക്ക് ഓൾറെഡി ഞങ്ങൾ ഒഴിച്ചെന്ന് തോന്നുന്നു. പച്ച ഇത് വീട്ടിൽ വന്നല്ലേ, ഇല തിന്നാൻ വരുന്ന അമ്മയിലേക്ക് ഒഴിക്കണം. മേളിൽ ഒഴിക്കണം. നല്ല മുളകൊക്കെ നിൽക്കുന്നു, നല്ല എരിവുള്ള മുളകായിരിക്കും. ഇത് കാന്താരി ചെടിയില്ലയോ, ഇവിടെ ചെറിയ കാന്താരി. മതി, ഒത്തിരി ആയാൽ അങ്ങ് ചോരും. ഇച്ചിരി നനയണമല്ലോ, ഇത് നനഞ്ഞില്ലല്ലോ ഗുണമില്ലല്ലോ. ഇല്ല, മഴ പെയ്യുമോ എന്നുള്ള ഇന്ന്. ഗേറ്റിനകത്ത് കയറി ഒഴിച്ചു. പോരെ? മതി മതി, ഇനി മഴ കാണുമായിരിക്കും. ഇതിനകത്ത് നമ്മൾ ഫെർട്ടിലൈസർ ഇതടിക്കുമോ, മരുന്ന് വല്ലതും അടിക്കുമോ? മരക്ക് വളം ഇടും. വളത്തിന്റെ ആയിരിക്കും ചെറിയ സ്മെല്ല് അല്ലേ? ബുദ്ധിമുട്ടാണോ? എന്നും ഒഴിക്കുമോ? പിന്നെ എന്നും ഒഴിച്ചില്ലേ ഇതായി പോമേ. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പയറുണ്ട്. ഇത് ചെറിയ ടൊമാറ്റോ ആണോ? ചെറിയ ടൊമാറ്റോ. ഒന്നും പഴുപ്പിക്കുന്നു ചെറുതായിട്ട്. ഇത് മുളക് ചെടിയാണേ. ഹൈഡ്രാഞ്ചി കഴി. മഴ കാണോ? പെയ്യട്ടെ, നല്ലോണം പെയ്യട്ടെ. നല്ലതായിട്ട് പെയ്യണം. ഹൈഡ്രാഞ്ച, നമ്മുടെ നാട്ടിലെ ഹൈഡ്രാഞ്ചയാണിത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ സാധനം. ഇത് 10 മണി പൂവല്ലയോ? നാട്ടിലെ 10 മണി പൂ. അതുണ്ട്. അത് ഏത് സൈഡിലും ഉണ്ടാകുന്ന സാധനമാണ്. ഇവിടെ വാഴ നിൽക്കുന്നുണ്ട്. വെർജീനിയയിൽ വാഴ നിൽക്കുന്നു കണ്ടോ, നല്ല ഉണക്കം നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഒന്നും ആയിട്ടില്ല. ചെറിയ വാഴയാണ്, വാഴ തയ്യ.
നമ്മുടെ 4 മണിപ്പൂ വെർജീനിയയിൽ നിൽക്കുന്നു. തെറ്റിപ്പൂവുണ്ട്, തെറ്റിയാന്ന് തോന്നുന്നത്. ചെമ്പരത്തി നിൽക്കുന്നത് കണ്ടോ ഗൈസ്, ചെമ്പരത്തി. കരിയാപ്പ് നല്ല അടിപൊളിയായിട്ട് കരിയാപ്പ് ചട്ടിക്കകത്താന്ന്. 20 വർഷമായതാണോ? ഓ അപ്പച്ചൻ ഇതാ. പിന്നെ നല്ല ഇതാണ് കരിയാപ്പില. അത് ചുമ്മാ നല്ല മണം. കരിയാപ്പിലേക്ക് എന്തോ മണമെന്നറിയാം.